ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബ്രെഡ് പിസയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. ബ്രൗൺ ബ്രെഡിലും ഉണ്ടാക്കാം. 4 സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലെക്സ്, ഒറിഗാനോ, പെപ്പർ പൗഡർ, കാപ്സിക്കം യെല്ലോ, റെഡ്, ഗ്രീന്, ടൊമാറ്റോ, ഒനിയൻ, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. കാപ്സിക്കം വെച്ച് കൊടുക്കാം. ആദ്യം ഗ്രീൻ കാപ്സിക്കം വെച്ച് കൊടുക്കാം. റെഡ് കാപ്സിക്കം വെച്ച് കൊടുക്കാം. യെല്ലോ കാപ്സിക്കം വെച്ച് കൊടുക്കാം. ഈ ടൊമാറ്റോ വെച്ച് കൊടുക്കാം. ഇനി ഒനിയൻ വെച്ച് കൊടുക്കാം. ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒറിഗാനോയാണ് പിസയുടെ മെയിൻ ഫ്ലേവർ. പെപ്പർ പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് സാൾട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കൊടുക്കണം. ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയാണ്. ഇത് ബ്രെഡ് പിസ്സ റെഡിയായോ നോക്കാം. അപ്പോൾ ചീസൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ കാപ്സിക്കം, ടൊമാറ്റോ, ഒനിയനാണ് എടുത്തേക്കുന്നത്. അതിന് പകരം ചിക്കൻ, സ്വീറ്റ് കോണ്, മഷ്റൂം എല്ലാം എടുക്കാവുന്നതാണ്. റെഡിയാക്കി വെച്ച 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. പിസയുടെ അതേ ടേസ്റ്റാണ് ബ്രെഡ് പിസയ്ക്കും. ഇത് ബ്രൗൺ ബ്രെഡും കൊണ്ടും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ വൈറ്റ് ബ്രെഡും കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത റെസിപ്പിയായിട്ട് കാണാം. ബൈ.